ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഷോറൂമുകളിൽ തകർപ്പൻ ഷോപ്പ് ആൻഡ് വിൻ ഓഫർ ഏപ്രിൽ 29 മുതൽ ഓഗസ്റ്റ് 15 വരെ. വിസിറ്റ് ടുഡേ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്, പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി. ഓങ്ങല്ലൂരിൽ മഞ്ഞപ്പിത്തം പടരുന്നു. 35ഓളം പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഇതിൽ 13 വയസ്സുകാരിയുടെ നില ഗുരുതരമാണ്. പ്രതിരോധ പ്രവർത്തനങ്ങളുമായി പഞ്ചായത്തും ആരോഗ്യവകുപ്പും രംഗത്തിറങ്ങി. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ 13-ാം വാർഡിലാണ് മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നത്. നിലവിൽ 13-ാം വാർഡിൽ മാത്രം 31 പേർക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തിൽ 35ഓളം പേർക്കാണ് ഇതിനകം മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതിൽ 13 വയസ്സുകാരുടെ നില ഗുരുതരമാണ്. ഈ സാഹചര്യത്തിലാണ് ഗ്രാമപഞ്ചായത്തും ആരോഗ്യവകുപ്പും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിരിക്കുന്നത്. രോഗവ്യാപനം അറിയുവാൻ 13-ാം വാർഡിലെ പഴഞ്ചേരിക്കുന്ന് ഭാഗത്ത് മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. മെഡിക്കൽ ക്യാമ്പിൽ 14ഓളം പേരുടെ രക്തം പരിശോധനയ്ക്കായി ശേഖരിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KR ദിവ്യ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ആശങ്ക വേണ്ടെന്നും ജാഗ്രത വേണമെന്നും രോഗബാധിതർക്ക് പ്രത്യേക പരിചരണം നൽകണമെന്നും ഡോക്ടർ KR വിദ്യ സൂചിപ്പിച്ചു. സാധനങ്ങളുമായിട്ട് നമ്മൾക്ക് കോണ്ടാക്ട് വരുന്നു. അതായത് അവരുപയോഗിച്ച പാത്രം, അവരുപയോഗിച്ച ഗ്ലാസ്, പിന്നെ അവർ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ അതിനുശേഷം നമ്മളത് ക്ലീൻ ചെയ്യാതെ നമ്മൾ ആ ടോയ്ലറ്റ് ഉപയോഗിക്കുമ്പോൾ ഒക്കെയാണ് നമുക്ക് ഈ ഒരു രോഗം വരുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്, ഇപ്പോൾ ഓൾറെഡി 31 കേസായി. നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത്, ഒന്ന്, നമ്മുടെ വീട്ടിൽ രോഗികളുണ്ടെങ്കിൽ അവരെ പ്രത്യേകം ഒരു മുറിയിൽ നമ്മൾ പാർപ്പിക്കുക, ഐസൊലേഷൻ ചെയ്യണം അവരെ. അതിൽ നമ്മളൊരു ബുദ്ധിമുട്ടും നമ്മൾ വിചാരിക്കേണ്ട. അവരെ ഐസൊലേഷൻ ചെയ്യുക. വേറെ പ്രത്യേകിച്ച് നമ്മൾ പണ്ട് കോവിഡിൻ്റെ സമയത്ത് നമ്മൾ ഐസൊലേഷനൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ഒരു പ്രത്യേക മുറിയിൽ അവരെ പാർപ്പിക്കുക. അവരുടെ ഭക്ഷണം, അതുപോലെ അവരുടെ ഭക്ഷണമൊക്കെ നമുക്ക് ആക്കി കൊടുക്കാം. ആ പാത്രം, വെള്ളം, ഗ്ലാസ് എല്ലാം അവർ സെപ്പറേറ്റ് ആയിട്ട് അവർക്ക് വെക്കുക. പിന്നെ അതുപോലെ അവർ ഉപയോഗിച്ച തുണികൾ അത് പ്രത്യേകം തന്നെ വീട്ടിൽ ഒരാളെ ഏൽപ്പിക്കുക അവരുടെ കാര്യങ്ങൾ നോക്കാനായിട്ട്. അല്ലാതെ എല്ലാവരും കൂടി അവരായിട്ട് രോഗിയായിട്ട് ഇടപഴകരുത്. അപ്പോൾ വീട്ടിൽ ഒരാളെ ഏൽപ്പിക്കുക രോഗിയായിട്ട്. അപ്പോൾ അവർ തന്നെ വേണം ഈ അവരുടെ പാത്രങ്ങൾ കഴുകാനും, അല്ലെങ്കിൽ അവരുടെ പാത്രങ്ങൾ അവർ തന്നെ കഴുകണം. സാധാരണ രോഗിക്ക് ചിലപ്പോൾ കിടപ്പിലാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ കഴുകാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരാൾ, നമ്മൾ വീട്ടിൽ ഏൽപ്പിച്ച ഒരാൾ പാത്രങ്ങൾ കഴുകണം, അവരുടെ വസ്ത്രങ്ങൾ വൃത്തിയാക്കണം. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ അധ്യക്ഷയായിരുന്നു. സ്ഥിരം സമിതി അധ്യക്ഷ ജലജ ശശികുമാർ, പഞ്ചായത്ത് അംഗം മുജീബുദ്ദീൻ, കൊപ്പം മെഡിക്കൽ ഓഫീസർ ലീനാകുമാരി, ഓങ്ങല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീകുമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർ മനോജ് കുമാർ, ഹെൽത്ത് സൂപ്പർവൈസർ ഗോപിനാഥ്, കൊപ്പം ഹെൽത്ത് ഇൻസ്പെക്ടർ അജി ആനന്ദ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. വെള്ളത്തിൽ നിന്നോ ഭക്ഷണത്തിൽ നിന്നോ ആകാം രോഗം പടർന്നതെന്നാണ് അധികൃതരുടെ നിഗമനം. വാർഡുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളും ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട്.